ഹലോ ഗായ്സ്, എല്ലാ സംഘം പുതിയൊരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്ന വണ്ടി ഇന്നോവയാണ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഇന്നോവ അല്ല കേട്ടോ, ഇത് വേറെ ഇന്നോവയാണ്. നമ്മൾ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് സ്റ്റിക്കറൊക്കെ അടിച്ച് വേറെ ലെവലാക്കി എടുത്ത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ഇന്നോവയും കൊണ്ട് നമ്മളെ ടോൾ മലങ്ക് അതിൽ നമ്മൾ ഫുൾ ഒരു 300 കിലോമീറ്റർ സ്പീഡ് നമ്മൾ പോകാൻ പോവുകയാണ്. നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പെട്രോൾ അടിക്കണം ഗൈസ്. 90 ലിറ്ററേ ഉള്ളൂ. അത് കഴിഞ്ഞ് വരുമ്പോൾ മിക്കവാറും ഈ 90-ൽ പോയാൽ നമ്മൾ കഴിഞ്ഞ് വരുമ്പോൾ മിക്കവാറും ഒരു 70 ആവും പെട്രോള്. നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ പെട്രോൾ പമ്പുണ്ട്. നമ്മളിപ്പോൾ മലകിൽ നിന്നാണ് കേട്ടോ വണ്ടി എടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി പെട്രോൾ അടിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ പെട്രോൾ അടിച്ച് ഇറങ്ങി. അപ്പം 169 കേട്ടോ, 90-ൽ 1700 രൂപ പെട്രോൾ അടിച്ചപ്പം നമുക്കിനി ഹൈവേ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ടോള് കഴിഞ്ഞ് ടോളിന് അപ്പുറത്താണ് കേട്ടോ ഇങ്ങനെ. അതിനി റെഡിയല്ലേ? ഓർഡറായിട്ട് റൈസ് ചെയ്യാം. പിന്നെ ഗൈസ്, നമ്മൾ വരുത്തിയ അപ്ഗ്രേഡ് എന്താണെന്നൊക്കെയാണ് നോക്കാം. ഒന്നാമത്തേത് ഡിക്കി വെക്കണത്, രണ്ടാമത്തേത് ഡോർ തുറക്കണത്, മൂന്നാമത്തേത് നമ്മളെ ബോണറ്റ് വെക്കണത്. ഓക്കെ, ഇനി തുടങ്ങും. നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് 300 കിലോമീറ്റർ എടുക്കാൻ പറ്റില്ലയോ? ഞാൻ ഒരു ഗിയർ തന്നെ മാക്സിമം നല്ല വലിപ്പിച്ചിട്ടാണ് കേട്ടോ ഗിയർ ഷിഫ്റ്റ് ചെയ്യണത്. ഇരപ്പിച്ചിട്ടാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യണത്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു സ്പീഡിൽ പോകത്തില്ല. പറപ്പിക്കുകയാണ് ഗൈസ്. നമ്മളെ ടേണിങ് അങ്ങനെ ചെയ്യണില്ല. കാരണം ടേണിങ് ചെയ്യുമ്പോൾ നമ്മളെ കൺട്രോൾ പോകും. സ്പീഡിൽ പോകണുണ്ടേ നമ്മളെ കൺട്രോൾ പോകും. അപ്പോൾ നമ്മളിതാ ഹസാഡ് അടിച്ച് പോവുകയാണ്. ചില സമയമുണ്ട് ഗൈസ്, ഇവന്മാർ മാറി തരില്ല. ഗൈസ്, നമ്മൾ 6th ഗിയറായി. ഇനിയാണ് നമ്മൾ നിങ്ങൾ സ്പീഡ് കിലോമീറ്റർ ശ്രദ്ധിച്ചാണ് കേട്ടോ. ഇരുന്നൂറായേ. നമ്മളെ ടാർഗറ്റ് 300-ആണ്. മാക്സിമം സ്പീഡിൽ പോവുകയാണ്. ആക്സിലേറ്റർ ഞാൻ കാലെടുക്കണുള്ള. അയ്യോ, മഴ പെട്ട്. മാറണം അങ്ങോട്ട്. 260 കഴിഞ്ഞ് 70-ആയേ. Guys, എൻ്റെ പൊന്നേ, ഒരു ലോറി ഇടിച്ചാണ്. ഇങ്ങനെ മറന്നു ബസ്സിലല്ല, ലോറി ഇടിച്ചാണ്. ഇൻ മൈ ലൈഫ് ഫസ്റ്റ് ടൈമാണ് കേസ് ഞാൻ ഒരു വണ്ടി ഇടിച്ച് ബസ്സിൽ എത്തുന്നത്. ഫസ്റ്റ് ടൈം ഒരു വണ്ടി ഇടിച്ച് നമ്മളെ വണ്ടി ഇങ്ങനെ കറങ്ങി പോകുന്നത്. നിങ്ങളത് കണ്ടായിരുന്ന? ഞാൻ വേറെ ഒന്നുമല്ല കേസ്, ഞാൻ വണ്ടി സ്ക്രീൻഷോട്ട് എടുത്തതാണ്. 300 കിലോമീറ്റർ ആയ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. അതോടെ എൻ്റെ കൺട്രോൾ പോയി. എന്തായാലും നമ്മളെ ടാർഗറ്റ് ക്ലോസ് ചെയ്ത്.
അപ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുകയോ ഇല്ലയോ നമുക്ക് ദൈവത്തിനറിയാം. പോലീസ് ബാക്കിൽ പോലീസ് ഉണ്ടായിരുന്നു, കയറിപ്പോയാന്ന് ഫ്രണ്ടിലോട്ട്. നമ്മളെ വണ്ടി സൈഡിലോട്ടിടാൻ കേസ് ആരും കാണണം കേട്ടോ. വണ്ടിയുടെ ഹെൽത്ത് പോയി, 90% 100% ഇരുന്ന വണ്ടി 90% ഉണ്ടായിരുന്നു അങ്ങോട്ട്. നോക്കട്ടെ കേസ്, എൻജിന് വല്ലതും കംപ്ലൈൻ്റ് ആയാൽ നോക്കട്ടെ. എൻജിന് ഇതുവരെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ഇടിച്ച് എന്ത് വല്ലതും പറ്റിയ ഫ്രണ്ട് ചെറുതായിട്ട് ഇതാ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ ശ്രദ്ധിച്ചാൽ മതി. അവിടെ ചെറുതായിട്ട് സൈഡിലോട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട് അല്ലേ നേരെ പോയി ഇടിച്ചത്. പിന്നെ കേസ് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. നമ്മൾ ഈ 300 കിലോമീറ്ററായിട്ട് ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ ബമ്പർ തട്ടുന്നു. ബമ്പറല്ലേ ഇപ്പോൾ എല്ലായിടവും തട്ടി. വണ്ടി തല കുത്തനെയാണ് നിന്നത്. വണ്ടിയുടെ മേൽഭാഗത്തൊന്നും പറ്റിയില്ല, കുഴപ്പമില്ല. ഗ്ലാസ് എന്തിനാ കംപ്ലൈൻ്റ് വന്നു കേട്ടോ. ഗ്ലാസ് പൊട്ടി കേട്ടോ കേസ്, ഉള്ള പൊട്ടി കിടക്കണം. പിന്നെ അല്ല പെയിൻ്റൊന്നും പോയിട്ടില്ല കേട്ടോ. മേളിലും ഒന്നും പറ്റിയില്ല, അങ്ങനെ കുഴപ്പമില്ല. വണ്ടിയെ നമ്മളെ വണ്ടി ഇത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് കംപ്ലൈൻറ്റ് ചെയ്യണം, കംപ്ലൈൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ വണ്ടി ഇഷ്ടപ്പെടുന്ന വണ്ടി ഭ്രാന്തന്മാരെല്ലാം കൊണ്ട് ലൈക്ക് അടിച്ച് പൊട്ടിക്കുക. പിന്നെ അല്ല അതൊക്കെ അത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഗൈസ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് പൊട്ടിക്കുക. പിന്നെ അല്ല നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞായിരിക്കും ഗൈസ്. വീണ്ടും ഇതുപോലത്തെ വീഡിയോ കാണുന്നവരെ ബൈ.